മ്യാൻമറിൽ നിന്ന് റോഹിംഗ്യൻ അഭയാർത്ഥികളുമായി പുറപ്പെട്ട 2 ബോട്ടുകൾ മുങ്ങി 500ഓളം പേർ മരിച്ചതായുള്ള വിവരം ഇന്നലെയാണ് പുറത്തുവന്നത്. സംഭവത്തിന്റെ കൃത്യമായ വിവരങ്ങളും മരണസംഖ്യയും ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. 2 ബോട്ടുകളിലായി മെച്ചപ്പെട്ട ജീവിതം സ്വപ്നം കണ്ട് പുറപ്പെട്ടവരാണ് കടലിൽ അപ്രത്യക്ഷരായത്. റോഹിംഗ്യൻ അഭയാർത്ഥികൾ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നത് ആദ്യമായല്ല. 250ഓളം പേർ സഞ്ചരിച്ച ബോട്ട് നവംബറിൽ മുങ്ങിയിരുന്നു. കഴിഞ്ഞ വർഷം ആൻഡമാൻ കടലിലും ബംഗാൾ ഉൾക്കടലിലുമായി 900ഓളം റോഹിംഗ്യൻ അഭയാർത്ഥികൾ മരിക്കുകയോ കാണാതാവുകയോ ചെയ്തിരുന്നതായാണ് കണക്ക്. ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച കടൽപാതയിൽ ഭാഗ്യപരീക്ഷണം നടത്താൻ റോഹിംഗ്യൻ അഭയാർത്ഥികളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ആരാണ് ഈ മനുഷ്യരെ മരണത്തിലേക്ക് തള്ളിവിടുന്നത്? 500 മനുഷ്യർ, എത്ര വലിയ കണക്കാണത്! മ്യാൻമറിലെ റാഖൈൻ സംസ്ഥാനത്ത് നിന്ന് പുറപ്പെട്ട ബോട്ടുകളാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു ബോട്ടിൽ 250ഉം മറ്റൊരു ബോട്ടിൽ 280ഉം ആളുകളുണ്ടായിരുന്നു. മരണസംഖ്യയിൽ സ്ഥിരീകരണമില്ല. യാത്ര എന്ന് തുടങ്ങിയെന്നോ അപകടം എപ്പോഴുണ്ടായെന്നോ ഒന്നും കൃത്യമായ വിവരമില്ല. ജൂൺ അവസാനയാഴ്ച ആദ്യ ബോട്ടും കഴിഞ്ഞ 8-ാം തീയതി 2ാമത്തെ ബോട്ടും മുങ്ങി എന്നതാണ് കരുതപ്പെടുന്നത്. ഒരു രാത്രിയിൽ മ്യാൻമറിലെ റഖൈൻ തീരത്ത് നിന്ന് 2 ചെറിയ ബോട്ടുകളിൽ യാത്ര തിരിച്ചവരാണ്. അവരുടെ ലക്ഷ്യം മലേഷ്യയായിരുന്നു. പക്ഷേ ആ യാത്ര പൂർത്തിയാക്കാൻ അവർക്കായില്ല. ബോട്ടുകൾ കടലിൽ അപ്രത്യക്ഷമായി. ഇന്നും അവർ എവിടെയാണെന്നോ ജീവനോടെയുണ്ടോ എന്നോ ആർക്കും അറിയില്ല. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. റോഹിംഗ്യകളുടെ ഈ അപകട സഞ്ചാരം പതിറ്റാണ്ടുകളോളം നടക്കുന്നുണ്ട്. മരണവാർത്തകൾ തുടർക്കഥയാകുന്നു. എന്തുകൊണ്ടാണ് ഈ ദുരന്തം ആവർത്തിക്കുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ ആരാണ് റോഹിംഗ്യകൾ എന്നതുകൂടി അറിയണം. മ്യാൻമറിലെ ഒരു ന്യൂനപക്ഷ വംശീയ വിഭാഗമാണ് റോഹിംഗ്യകൾ. അവരിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ്. നൂറ്റാണ്ടുകളായി അവർ മ്യാൻമറിന്റെ പടിഞ്ഞാറൻ തീരപ്രദേശമായ റഖൈൻ സംസ്ഥാനത്താണ് താമസിക്കുന്നത്. അവർക്ക് സ്വന്തമായ ഒരു ഭാഷയുണ്ട്, റോഹിംഗ്യ അഥവാ റുവാങ്ക ഭാഷ. എന്നാൽ മ്യാൻമർ സർക്കാർ അവരെ രാജ്യത്തെ ഔദ്യോഗിക വംശീയ വിഭാഗങ്ങളിലൊന്നായി അംഗീകരിക്കുന്നതേയില്ല. 1982 വന്ന പൗരത്വ നിയമം അവരുടെ ജീവിതം പൂർണ്ണമായും മാറ്റിമറിച്ചു. ആ നിയമത്തിന് ശേഷം ലക്ഷക്കണക്കിന് റോഹിംഗ്യകൾക്ക് മ്യാൻമർ പൗരത്വം നിഷേധിക്കപ്പെട്ടു. ഒരു രാജ്യമുണ്ട്, പക്ഷേ ആ രാജ്യത്ത് അവർക്ക് പൗരത്വമില്ല, യാതൊരു അവകാശവുമില്ല. സ്വന്തം നാട്ടിൽ തന്നെ അവർ രാജ്യമില്ലാത്ത ജനവിഭാഗമായി മാറി. ഇന്ന് മ്യാൻമറിൽ ഏകദേശം 11 ലക്ഷം റോഹിംഗ്യകൾ ഉണ്ടെന്നാണ് കണക്ക്. അവരിൽ ഭൂരിഭാഗവും റഖൈൻ സംസ്ഥാനത്താണ് താമസിക്കുന്നത്. പക്ഷേ അവർക്ക് സ്വന്തം ഗ്രാമം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ പോലും സർക്കാരിന്റെ അനുമതി വേണം. വിദ്യാഭ്യാസം, ആരോഗ്യ സേവനം, തൊഴിൽ, സ്വതന്ത്ര സഞ്ചാരം ഇതെല്ലാം അവർക്ക് പരിമിതമാണ്. റഖൈൻ മ്യാൻമറിലെ ഏറ്റവും ദരിദ്രമായ സംസ്ഥാനങ്ങളിലൊന്നാണ്. റഖൈൻ സംസ്ഥാനത്ത് ഇപ്പോഴും ഏകദേശം ലക്ഷക്കണക്കിന് റോഹിംഗ്യകൾ കഴിയുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ക്യാമ്പുകളിലും ഒറ്റപ്പെട്ട കുടിയിരിപ്പുകളിലുമാണ് ആയിരക്കണക്കിന് കുടുംബങ്ങൾ ജീവിക്കുന്നത്. ഇതിനിടെ റഖൈൻ സംസ്ഥാനം ആഭ്യന്തര യുദ്ധത്തിന്റെ കേന്ദ്രമായി മാറി. ഒരു വശത്ത് മ്യാൻമർ സൈന്യം, മറുവശത്ത് അറാക്കാൻ ആർമി. ഈ 2 ശക്തികൾക്കുമിടയിൽ കുടുങ്ങിയത് റോഹിംഗ്യകൾ. സൈന്യം നിർബന്ധിത റിക്രൂട്ട്മെന്റ് നടത്തുന്നു. അറാക്കാൻ ആർമിക്കെതിരെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ആരോപണങ്ങളുണ്ട്. ഒരു വശത്ത് യുദ്ധം, മറുവശത്ത് വിശപ്പും ഭയവും. അവർക്ക് മുന്നിൽ അവശേഷിക്കുന്നത് ഒറ്റ വഴി മാത്രമാണ്: എങ്ങനെയെങ്കിലും ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെടുക, അഭയാർത്ഥികളായി എവിടേക്കെങ്കിലും എത്തുക. ഈ മനുഷ്യരുടെ ഈ ദുരവസ്ഥ ചൂഷണം ചെയ്യുകയാണ് മനുഷ്യക്കടത്ത് സംഘങ്ങൾ. മലേഷ്യയിലെ എത്തിക്കാം എന്നൊക്കെയുള്ള വാഗ്ദാനം നൽകിയാണ് ഇവരെ അവർ സമീപിക്കുക. ഇതിനകം 2 ലക്ഷം റോഹിംഗ്യകൾ മലേഷ്യയിൽ താമസിക്കുന്നുണ്ട്. അവിടെയാണ് ഏറ്റവും ആകർഷകമായ ലക്ഷ്യസ്ഥാനം. ഒരാൾക്ക് ഏകദേശം $3000 ഒക്കെയാണ് ഈ തട്ടിപ്പ് സംഘം ആവശ്യപ്പെടുന്നത്. കഴിയുന്നത്ര ആളുകളെ പഴകിയ മത്സ്യബന്ധന ബോട്ടുകളിൽ കയറ്റും. ശേഷം കടലിലൂടെ അപകടകരമായ യാത്രയാണ്. പണം മുഴുവൻ നൽകാൻ കഴിയാത്തവരെ പല വിധത്തിൽ ഉപദ്രവിക്കും. അവരുടെ ദുരിതത്തിന്റെ വീഡിയോ കുടുംബങ്ങൾക്ക് അയച്ച് പണം ആവശ്യപ്പെടും. പ്രതീക്ഷയെപ്പോലും കച്ചവടമാക്കുന്ന ഒരു ക്രൂരമായ മാഫിയ സംഘമാണ് പ്രവർത്തിക്കുന്നത്. അടുത്തിടെ കാണാതായ 2 ബോട്ടുകളും ഇപ്പോൾ അപകടത്തിൽപ്പെട്ടു എന്ന് നമ്മൾ കരുതുന്ന അവരുടെ അവസാന യാത്ര അത്തരമൊരു യാത്രയായിരുന്നു. ജൂൺ 29-ന് റുഖൈനിൽ നിന്ന് പുറപ്പെട്ട അവയിൽ ഏതാണ്ട് 530ഓളം പേരെ കുത്തി നിറച്ചിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെയുണ്ട്. എല്ലാവരും ഒരു പുതിയ ജീവിതം സ്വപ്നം കണ്ടവരായിരുന്നു. പക്ഷേ കടലിൽ
ആ ബോട്ടുകൾ അപ്രത്യക്ഷമായിരിക്കുന്നു. ബംഗ്ലാദേശ് തീരത്ത് ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. മ്യാൻമറിന്റെ തെക്കൻ തീരത്തും മറ്റും മൃതദേഹങ്ങൾ കണ്ടെത്തി. ഇതെല്ലാം കൂട്ടിച്ചേർത്താണ് ഈ വാർത്തയും കണക്കുകളും ഒക്കെ പുറത്തു വരുന്നത്. ആ ബോട്ടുകൾ കടലിൽ അകപ്പെട്ടിരിക്കാം എന്നതാണ് കരുതപ്പെടുന്നത്. ഇതാദ്യ സംഭവമല്ല എന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചു. പതിറ്റാണ്ടുകളായി റോഹിംഗ്യകൾ ഇത്തരത്തിൽ കടൽ കടക്കാൻ ശ്രമിക്കുകയാണ്. നൂറുകണക്കിന് ആളുകൾ ഓരോ വർഷവും യാത്രക്കിടെ മരിക്കുന്നു. പലരുടെയും മൃതദേഹങ്ങൾ പോലും ഒരിക്കലും കണ്ടെത്താനാകുന്നില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ റോഹിംഗ്യകൾ കഴിയുന്നത് ബംഗ്ലാദേശിലെ അഭയാർത്ഥി ക്യാമ്പുകളിലാണ്. ലോകത്തെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പുകളിലൊന്നാണത്. എന്നാൽ അവിടെയും സ്ഥിതി മെച്ചമല്ല. സഹായധനം കുറയുന്നു, തൊഴിലവസരങ്ങളില്ല, ക്യാമ്പിന് പുറത്തേക്ക് പോകാൻ അനുമതിയില്ല, കുറ്റകൃത്യ സംഘങ്ങളുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നു. അതിനാൽ അവിടെ നിന്നും ആയിരക്കണക്കിന് ആളുകൾ വീണ്ടും കടൽ യാത്ര, ഇതുപോലെയുള്ള അഭയാർത്ഥി പ്രവാഹമൊക്കെ നടക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ റോഹിംഗ്യകൾക്കായി സുരക്ഷിതമായ വഴികൾ ഒരുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അവരെ സ്ഥിരമായി സ്വീകരിക്കാൻ രാജ്യങ്ങൾ ഓരോന്നും മടിക്കുകയാണ്. അതിനാൽ ഓരോ വർഷവും പ്രതീക്ഷ നിറച്ച ബോട്ടുകൾ കടലിലേക്ക് വീണ്ടും പുറപ്പെടും. പലതും ലക്ഷ്യസ്ഥാനത്തെത്താതെ ഇങ്ങനെയൊക്കെ ഒടുങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. കടൽ വിഴുങ്ങിയത് 2 ബോട്ടുകളെ മാത്രമല്ല, പൗരത്വം നിഷേധിക്കപ്പെട്ട, സ്വന്തം നാട്ടിൽ അന്യരാക്കപ്പെട്ട നൂറുകണക്കിന് കുടുംബങ്ങളുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും ഒക്കെയാണ്. ജീവിക്കാൻ പോലും അവകാശം നിഷേധിക്കപ്പെട്ട ഒരു ജനതയുടെ ദുരന്തത്തിന്റെ മറ്റൊരു അധ്യായം കൂടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ലോകം ഇത്രയും സംസാരിക്കുന്ന കാലത്ത് എന്തുകൊണ്ടാണ് ഒരു ജനത ഇന്നും ഈ ദുരിതത്തിന് ഇരയാകുന്നതെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ബംഗാൾ ഉൾക്കടലിൽ മുങ്ങിയ ആ ബോട്ടുകളിൽ ഉണ്ടായിരുന്നത് മനുഷ്യരല്ലേ? അവിടെ നഷ്ടപ്പെടുന്ന ജീവനുകൾ മനുഷ്യരാശിക്ക് മുന്നിൽ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നു.